മോളെ ഋതു, മോള് വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ മോളെ വഴക്കൊന്നും പറയില്ല. അമ്മായി അച്ഛനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. സർ, രതിക മാഡത്തിന് ഒരു സബ്ജക്റ്റേ പോയിട്ടുള്ളൂ. ആ പേപ്പർ രതിക മാഡം റീ എക്സാം എഴുതി ക്ലിയർ ചെയ്തോളും. എന്തിന്? ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടി ഇവിടെ ആരും പഠിക്കുകയോ എക്സാം എഴുതുകയോ ഒന്നും വേണ്ട. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാ ഞാൻ എക്സാം എഴുതണ്ടെന്ന് ഇവളോട് പറഞ്ഞത്. അത് ഇവൾ അനുസരിച്ചോ? എന്നിട്ടിപ്പോ നിൽക്കുന്നു. ഒരു പേപ്പറെ പോയുള്ളൂ അത്രേ. ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ആരാ? നിങ്ങളാരുമല്ല, ഈ ഞാനാ. മാനക്കേട് കാരണം രാജിവെക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ന്യൂസിൽ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ രാജു? എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിന് താഴെ കമന്റ്സുകളുടെ പെരുമഴയാണ്. നീയല്ലേ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത്? ഒന്ന് തുറന്നു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. എന്നെ ഏതൊക്കെ തരത്തിൽ പരാജയപ്പെടുത്താനാവുമോ അതിന്റെ പരമാവധി ഇവള് ചെയ്തു കഴിഞ്ഞു. ചേച്ചിയുടെ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ ഇവിടെ ഈ വീട്ടിൽ നിർത്താൻ അനുവദിച്ചത്. എന്നിട്ടിപ്പോ എന്തായി? ഇനി നിനക്കൊരു അവസരം ഇല്ല ഋതിക. നിന്നെ ഈ വീട്ടിൽ അധികം നാൾ നിർത്താൻ എനിക്കാവില്ല. എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തണം. നിന്നെ ഇപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അറിയാമേലാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ അതും ഇവിടുത്തെ സോഷ്യൽ മീഡിയകൾ ആഘോഷിക്കും. അത് വേണ്ട. എക്സാമിൽ ഞാൻ തോറ്റത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്കറിയാം അച്ഛാ. അച്ഛന്റെ സ്നേഹം എനിക്കിത് വേണ്ട. ഞാനത് അർഹിക്കുന്നില്ല. അച്ഛന്റെ വാക്ക് ധിക്കരിച്ച് ഞാൻ എക്സാം എഴുതി. എല്ലാം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ എക്സാമിൽ തോറ്റു. ഞാൻ എന്റെ ജീവിതത്തോടെ തന്നെ തോറ്റു. ഞാനത് സമ്മതിക്കുന്നു. ഇന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കല്ലേ അച്ഛ. അച്ഛനെ പിരിഞ്ഞു പോവാൻ എനിക്കാവില്ല. എനിക്ക് അച്ഛന്റെ മകളായി ഈ വീട്ടിൽ താമസിച്ചാ മതി. എന്നെ പറഞ്ഞു വിടല്ലേ അച്ഛ. മതി, ഇതോടെ എല്ലാം കഴിഞ്ഞു. ഇനി നീ പറയുന്ന വാക്കുകൾ സമ്മതിച്ചു തരുന്ന പ്രശ്നമേ ഇല്ല. ചേച്ചി, സാനിയുടെ വിവാഹത്തിന് ഇവിടെ ഏതോ കൂട്ടർക്ക് കണ്ട് ഇഷ്ടമായെന്നല്ലേ എന്നോട് പറഞ്ഞത്? അല്ല, അതെ. അവരോട് സംസാരിക്കണം. എത്രയും പെട്ടെന്ന് അവരോട് പെണ്ണ് കാണാൻ വരാൻ പറയണം. കരയണ്ട മേഡം. രതിക മേഡം കരയല്ലേ? വർമ്മ സാറിന്റെ സ്വഭാവം മാഡത്തിന് അറിയാവുന്നതല്ലേ? എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ നോക്കാം. ഇല്ല രാജു, അച്ഛനെ വിവാഹം നടത്തും. എനിക്ക് ഉറപ്പാ നടത്തും.
എന്നാലും ആ ഋതിക മാഡത്തിന്റെ ഒരു അവസ്ഥയെ പരീക്ഷയ്ക്ക് തോറ്റു എന്നറിഞ്ഞപ്പോഴേ കൊച്ചു കുട്ടികൾ കരയുന്ന പോലെയല്ലേ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്. ആ പാവത്തിന്റെ കരച്ചില് കണ്ടേ എന്റെ കണ്ണും നിറഞ്ഞുപോയി. പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് പഠിച്ചാലല്ലേ അമ്മേ പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റൂ. ഒന്ന് പോടി അവിടുന്ന്. ഋതിക മാഡം പഠിക്കാനൊന്നും മോശമല്ല. പരീക്ഷ എന്തോ മാറിപ്പോയതുകൊണ്ടല്ലേ ആ കുഞ്ഞിനിങ്ങനെ ഒരു അക്കടി പറ്റിയത്. പിന്നെ എന്തുമാത്രം ആസ്തിയും സമ്പത്തും ഉള്ളവരാ. അവർക്ക് ആ മാഡത്തിന് മുന്നോട്ട് പഠിപ്പിച്ചാൽ എന്താ? അതിന് വർമ്മ സാറ് സമ്മതിക്കണ്ടേ? ചില കാര്യങ്ങളിൽ വർമ്മ സാറ് വാശി പിടിച്ച പിന്നെ കടുംപിടുത്തമാണെന്നാ രാജു പറഞ്ഞിട്ടുള്ളേ. അല്ലമ്മേ, ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനാ നിങ്ങൾ എടുക്കാൻ പോകുന്നേ? അവളെ മുന്നോട്ട് പഠിപ്പിക്കുവാണോ അതോ കല്യാണം കഴിച്ചു വിടുവാണോ? ജയേട്ടന്റെ ബന്ധു ഒരു പയ്യനുണ്ട്, നമുക്കൊന്ന് ആലോചിച്ചാലോ അമ്മേ? അയ്യോ, നിന്റെ ജയേട്ടനെ കൊണ്ട് തന്നെ ഇവിടെ പൊറുതി മുട്ടിയിരിക്ക. അപ്പോഴാ ജയേട്ടന്റെ ഒരു ബന്ധു. ദേ, നീ ആവശ്യമില്ലാത്ത കോളൊന്നും ദൈവത്തെ ഓർത്ത് പിടിച്ചേക്കരുത്. ഓ, അമ്മയുടെ മനസ്സില് വല്യമ്മാവന്റെ മോനായിരിക്കും. അതെ, എന്റെ ചേട്ടന്റെ മോനെ എന്താടി ഒരു കുഴപ്പം? ഒന്നുമില്ലെങ്കിലും അവനൊരു എഞ്ചിനീയർ അല്ലേ. ശ്രീക്ക് അവൻ നല്ല ചേർച്ചയാ. ഏട്ടൻ വേണുവേട്ടന്റെ ഫോണിൽ വിളിച്ചപ്പോ എന്തോ സൂചിപ്പിച്ചു എന്നാ വേണുവേട്ടൻ പറഞ്ഞത്. അവർക്ക് സമ്മതാണെങ്കിൽ ഈ കല്യാണം ഞങ്ങൾ അങ്ങ് ഉറപ്പിക്കും. ആ, ഉറപ്പിക്കും. ആരുടെ കല്യാണ കാര്യത്തെ കുറിച്ചാ രാധമ്മ സംസാരിക്കുന്നത്? ആ, വേറെ ആരെ കുറിച്ചാ? രാജന്റെ കല്യാണത്തെ കുറിച്ച് തന്നെ ആയിരിക്കും അല്ലേ? അയ്യോ അല്ല മോളെ, ഞങ്ങളെ ശ്രീയുടെ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കാൻ സമയമായല്ലോ എന്ന് പറയായിരുന്നു. എന്റെ മകൻ ഹരീഷിനും നല്ല ഒന്നാം തരം കല്യാണാലോചനകൾ വരുന്നുണ്ട്. 50 ലക്ഷം വരെ ശ്രീധരൻ തരാന്ന് ഓഫറും തന്നു. എപ്പ അതിന് മുകളിൽ ശ്രീധരൻ വന്ന അപ്പൊ കച്ചവടം ഉറപ്പിക്കും. കച്ചവടം? സോറി, കച്ചവടമല്ല, കല്യാണം ഉറപ്പിക്കും. ഞങ്ങളെ വാടക പിരിക്കാൻ ഇറങ്ങിയതാ. വാടകയെ രാജു വന്നിട്ട് വൈകിട്ട് തരാം. അത് മതി, വാടക വൈകിട്ട് തന്നാ മതി. അച്ഛാ, രാജുവിന്റെ കയ്യിൽ നിന്ന് വാടക ഞാൻ വാങ്ങിച്ചോളാം. എന്തിനാ മോളെ ആ പണം അവന്റെ കീശയെ തന്നെ തിരികെ വെച്ചു കൊടുക്കാനോ? ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങുവാ. നടന്നോളൂ. മോന് കിട്ടുന്ന ശ്രീധനക്കാരിയൊക്കെ പറഞ്ഞു, മോക്ക് എത്രയാ കൊടുക്കുന്നെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് മിണ്ടാതിരിക്കടി. നീയേ ആ കട വരെ ഒന്ന് പോയിട്ട് വാ. ശ്രീ എക്സാമിന് നല്ല മാർക്ക് വാങ്ങി പാസ്സായതല്ലേ, നമുക്കേ ഒരു പായസം വെക്കാം. ശരി അമ്മേ. ആ, കൺഗ്രാറ്റ്സ്. എക്സാമിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതിന്റെ ട്രീറ്റ് ചെറിയൊരു സ്വീറ്റിൽ ഒതുക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ ശ്രീ. തൽക്കാലം ഈ ട്രീറ്റ് കൊണ്ട് തൃപ്തിപ്പെടണം. ഒരു ജോലി കിട്ടി ആദ്യത്തെ സാലറി വാങ്ങുമ്പോ ശരിക്കുള്ള ട്രീറ്റ് ഞാൻ തരാം. സമ്മതിച്ചിരിക്കുന്നു. അല്ല, താൻ മധുരം കഴിച്ചോ? ഇല്ല. അത് ശരിയല്ലല്ലോ. കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായത് താനല്ലേ, അപ്പൊ മധുരം കഴിക്കേണ്ടത് താനാണ്. കഴിക്കേ. കഴിക്കടോ. ഭാവി ഭർത്താവിന്റെ മിച്ചം കഴിച്ചെന്ന് വെച്ച് ഇവിടെ ഭൂമിയൊന്നും കുലുങ്ങാൻ പോകുന്നില്ല. കഴിക്കേ. ഇനി തനിക്ക് ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ. ഗിഫ്റ്റോ? എവിടെ? ഈ ഗിഫ്റ്റ്
കടയിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടുന്ന ഗിഫ്റ്റ് അല്ല, വളരെ സ്പെഷ്യൽ ആയൊരു ഗിഫ്റ്റാ. ഇങ്ങനെ സസ്പെൻസ് ഇടാതെ വേഗം ഗിഫ്റ്റ് ഇതാ. ധൃതി വെക്കാതെ ശ്രീ. താൻ ആദ്യം തന്റെ കണ്ണുകൾ രണ്ടും അടയ്ക്ക്. കഷ്ടമുണ്ട് കേട്ടോ. താൻ കണ്ണുകൾ അടയ്ക്കിടും. ഇഷ്ടായോ? ശ്രീ, രാധമ്മേ, ഞാൻ പൂച്ചയെ പോലെ പമ്മി പമ്മി നടന്ന് പാവം നടിച്ചിട്ട് നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേടി? ചതിച്ചല്ലോടി നീ ഞങ്ങളെ. നിന്റെ അച്ഛൻ തിരിച്ചു വരുമ്പോ അങ്ങേരോട് ഞാൻ എന്ത് സമാധാനം പറയും? നിന്റെ ചേട്ടനെങ്ങനെ ഇതറിഞ്ഞ ആ പാവം നെഞ്ചു പൊട്ടി ചാവുമല്ലോ. കുടുംബത്തിന്റെ മാനം കളയാനായിട്ട് പറഞ്ഞ വിഷവിത്തം. നീ നടക്കടി അകത്തേക്ക്. നിന്നെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. പണിങ്ങോട്ടാ. അപ്പു, നീ ഭാഗ്യവതിയ. നിനക്ക് ഇനിയും വീട്ടിൽ തുടരാം. എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള തിടുക്കത്തില അച്ഛൻ. നിന്നെ ഒരു ദിവസം പോലും ചെറിയച്ഛനും ചെറിയമ്മയും പിരിഞ്ഞിരിക്കില്ല. നിന്നോടവർ കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരംശം എന്റെ അച്ഛൻ ഒരിക്കലെങ്കിലും എന്നോട് കാണിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തിന് ഇവിടുത്തെ വളർത്തുനായെ അച്ഛൻ സ്നേഹിക്കുന്നത് കണ്ട് ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അച്ഛൻ എന്നെ അതുപോലെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലെന്ന്. ചേച്ചി എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ചേച്ചി ഇവിടുന്ന് ഇപ്പൊ പോരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാ? വിവാഹം കഴിഞ്ഞ പിന്നെ എനിക്കൊരിക്കലും അച്ഛനെ കാണാൻ പറ്റില്ല. രാജുവേട്ടാ, ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം.
എന്താ മോളെ ഇത്? ചെറിയച്ച, എനിക്ക് വിവാഹം വേണ്ട. എനിക്ക് പഠിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ എന്റെ അച്ഛന്റെ ഒപ്പം ഈ വീട്ടിൽ എനിക്ക് ജീവിച്ചാ മതി. അച്ഛനെയും ഞങ്ങളെയൊക്കെ പിരിഞ്ഞു പോകുക എന്നുള്ള ചിന്ത മോൾ ആദ്യം മാറ്റണം. കല്യാണം കഴിഞ്ഞാലും എപ്പോ വേണമെങ്കിലും മോക്കോട് വരാലോ. ചെറിയച്ഛനും ചെറിയമ്മയും മോളെ കാണാതെ ഇരിക്കുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഋതുമോള് വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള്. മോള് കണ്ണു തുടക്കി, എന്നിട്ട് താഴേക്ക് ചെല്ല്. ചേച്ചിയുടെ വിഷമം കണ്ടിട്ട് എനിക്കും കരച്ചില് വരിക അച്ഛ. ചേച്ചിക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് അച്ഛനെങ്കിലും വല്യച്ഛനൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക. ഞാൻ എങ്ങനെയാ മോളെ ചേട്ടനോട്? അപ്പോ ഈ കാര്യത്തിൽ ആർക്കും വർമ്മ സാറിന്റെ മനസ്സ് മാറ്റാനാവില്ല. രതിക മാഡത്തിന്റെ അവസ്ഥ അറിയാവുന്ന എല്ലാവർക്കും മാഡത്തിന്റെ കാര്യത്തില് വിഷമമുണ്ട്. പക്ഷേ ആർക്കും ആശ്വസിപ്പിക്കാന്നല്ലാതെ ഒന്നും ചെയ്യാനാവില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ 1000 നാവുകളുണ്ട്. എന്റെ കണ്ണീരൊപ്പാൻ 1000 കൈകളുമുണ്ട്. പക്ഷെ ഞാൻ വിഷമിക്കാതിരിക്കാനോ എന്റെ കണ്ണീര് തുടയ്ക്കാനോ എനിക്ക് ആരുമില്ല. ഈ ജന്മം മുഴുവൻ ആ കാര്യത്തില് ഞാൻ അനാഥായിരിക്കും. യാമിനി, ഇപ്പൊ ഇത്ര ധൃതി വെച്ച് ഋതുമോളുടെ വിവാഹം നടത്തണ്ടെന്ന് എനിക്ക് ഏട്ടനോട് പറയണമെന്നുണ്ട്. ഇപ്പൊ ശേഖരേട്ടനൊന്നും പറയണ്ട. പെണ്ണുകാണി ചടങ്ങ് കഴിയട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. യാമിനി, ചെക്കനും കൂട്ടരും ഇവിടെ എത്താറായെന്നാ പറഞ്ഞേ. അല്ല, പ്രതാപനെവിടെ? ശേഖര, കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? എല്ലാം റെഡിയാണ് ഏട്ടാ. നമസ്കാരം. വരൂ, ഇരിക്കൂ. ഇരിക്കൂ. ഹലോ. എന്തൊക്കെയുണ്ട് സുമലത വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എല്ലാം നന്നായി പോകുന്നു. വക്കീലും മോന് കേസുകൾക്കൊന്നും കുറവില്ലല്ലോ അല്ലേ? കോടതിയും വാദങ്ങളുമായി തിരക്കല്ലേ എപ്പോഴും? അത് പിന്നെ ഇവന്റെ മാത്രം വാശികൊണ്ടാ ഇവൻ ഈ മേഖല തെരഞ്ഞെടുത്തത്. ഞങ്ങൾക്കിവനെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു ആഗ്രഹം. കേട്ടോ വർമ്മ സാറേ, കക്ഷിക്കിപ്പോ താല്പര്യം രാഷ്ട്രീയത്തിലാ. വർമ്മ സാറാണ് ഇവന്റെ ആദർശ പുരുഷൻ. സാനിയ മോളുടെ വിവാഹത്തിന് വന്ന ഇവന് വർമ്മ സാറിന്റെ മോളെ കണ്ട് ഇഷ്ടമായി. സാറിന്റെ മകളാണെന്ന് ഇവൻ അറിയില്ലായിരുന്നു. അംബിക ചേച്ചി പറഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഋതിക വർമ്മ സാറിന്റെ മകളാണെന്ന്. വർമ്മ സാർ ഈ ബന്ധത്തിന് സമ്മതിക്കുമെന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. ജീവിക്കാനുള്ള ചുറ്റുപാടും അത്യാവശ്യ സാമ്പത്തികവും ഒക്കെ ഞങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങൾക്കൊരാശങ്കയുണ്ടായിരുന്നു. അല്ല, ഈ മന്ത്രിമാരൊക്കെ മറ്റു മന്ത്രിമാരുടെ മക്കളെ കൊണ്ടല്ലേ അവരുടെ മക്കളുടെ വിവാഹം നടത്തൂ? ഹേയ്, മന്ത്രിയാകുന്നതിന് മുമ്പ് ഞാൻ ഈ നാട്ടിലൊരു ബിസിനസ്സുകാരനും പൊതുപ്രവർത്തനം ഒക്കെ ആയിരുന്നു. നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പേരും പെരുമയുള്ള തറവാടല്ലേ മാളികപ്പറമ്പിൽ തറവാട്. പിന്നെ വിശ്വനെ ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? എന്റെ ദൈവമേ, സാറിന് എന്തൊരു ഓർമ്മയാ. ഞാൻ വിചാരിച്ചു സാർ ഇതൊക്കെ മറന്നു കാണുമെന്ന്. ദേ, ഇതിനെയാണ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഏയ്, വിശ്വൻ എന്നെ സാറേ എന്ന് വിളിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? നമുക്കിടയിൽ ഇങ്ങനെ ഫോർമാലിറ്റി ഒക്കെ വേണോ? അതുമാത്രം വർമ്മ സാർ എന്നോട് പറയരുത്. പ്രതാപവർമ്മ സാറിനെ വർമ്മ സാറെന്ന് അഭിസംബോധന ചെയ്ത ഞങ്ങൾ നാട്ടുകാർക്ക് ശീലം. ഈ കേരളക്കരയിലെ ജനങ്ങൾ മുഴുവൻ വർമ്മ സാർ എന്നാ വിളിക്കുന്നത്. അത് ഞങ്ങൾ നാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാ.
രാജു ഇതിന്റെ PA ദാ ഫോൺ നിന്റെ കയ്യിലിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട കോൾ ആണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ശരി സാർ. എന്നാ പിന്നെ സമയം കളയാതെ നമുക്ക് പെണ്ണിനെ വിളിക്കാം അല്ലേ? അതെ, വിളിക്കാം. യാമിനി ഋതുമോളെ കൂട്ടിക്കൊണ്ടുവാ. ശരി ചേച്ചി.